ഈശ്വര കച്ചവടം ഗംഭീരാക്കിയേക്കണേ. ഇന്ന് ഏറ്റവും കൂടുതൽ വിമർശിച്ചുകൊണ്ടിരുന്ന സീക്രട്ട് ഏജന്റ് ആയിരിക്കും. ഇങ്ങനെ കാറിൽ ഇരുന്നിട്ട് അങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്. നമുക്കതൊരു സമാധാനമായിട്ട് പറഞ്ഞിട്ട് അതേ സീക്രട്ട് ഏജന്റ് ഈ സീസണിൽ ചെന്നപ്പോഴത്തേന് റോബിനും അതേപോലെ ഒരു വീഡിയോയിലൊക്കെ വന്ന് പറഞ്ഞിട്ട് ഒറ്റ വീഡിയോയിൽ വന്ന് അത് ഞാൻ ഒരുപാടൊന്നും പറഞ്ഞില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാനത് ജസ്റ്റ് ഒരു എന്താ പറയാ ഒരു ഫണ്ട് എന്നുള്ള രീതിയിൽ ഒരു സംഭവം ചെയ്തെന്നുള്ളൂ. എനിക്കത് ഞാനിങ്ങനെ മര്യാദക്ക് ഇരിക്കണമെന്നുള്ളൂ. ഇപ്പൊ എന്ത് ചെയ്തു പറയാൻ ഒറ്റ വീഡിയോ ഞാൻ അതിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാറിന്റെ അകത്തിരുന്ന് സെയിം കാറിന്റെ അകത്തിരുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തു. അതിന് ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങോട്ടിട്ട് തരുമ്പോ ചെറുതായിട്ടൊക്കെ വന്ന് ഒരുപാടില്ലെങ്കിൽ ചെറുതായിട്ട് കൊണ്ടു. പക്ഷേ നമ്മൾ കുറെ ആഗ്രഹിക്കും, ചിലത് കിട്ടും ചിലത് കിട്ടുകയില്ല. കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരിക്കലും കിട്ടുകയില്ല. ആരെയും സൈബർ അറ്റാക്ക് ചെയ്യണ്ട. ഇത് ഞാൻ ഈ പറഞ്ഞ സീക്രട്ട് എന്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് ഒന്നും അല്ല, മനസ്സിലായി. പുള്ളിക്കാരൻ ഇപ്പൊ റീസെന്റ് ഫോൺ വിളിക്കുമ്പോൾ ഞാൻ എടുക്കാറ് പോലും ഇല്ല. പക്ഷെ എന്നിരുന്നാലും പുള്ളിക്കാരന് കിട്ടുന്ന ആ ഒരു സൈബർ അറ്റാക്ക് കാണുമ്പോൾ എനിക്ക് പേഴ്സണലി വിഷമം തോന്നും. അത്രേ ഉള്ളൂ. ഇപ്പൊ എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ പെർഫെക്റ്റ് ആണെന്ന് ഒന്നല്ല പറയുന്നത്. പക്ഷെ പുള്ളിക്കാരൻ ചെയ്തതിന്റെ ഇത് കാരണം ആയിരിക്കാം പുള്ളിക്കാരൻ കിട്ടുന്നത്. അത് ആ ഒരു വ്യക്തിനെ മാത്രമല്ല, ആരെയാണെങ്കിൽ സൈബർ അറ്റാക്കോ സൈബർ ബുള്ളിങ്ങോ ചെയ്യരുതെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം നോക്കുകയാണെങ്കിൽ ഇപ്പൊ സീക്രട്ട് ഏജന്റ് എന്നെ പറ്റി ഒരുപാട് നെഗറ്റീവ് വീഡിയോസും ഒരുപാട് കാര്യം എന്നെ ക്രിട്ടിസൈസ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ പ്രവർത്തനം നമ്മുടെ നാടിന്റെ വികസനത്തിനാണല്ലോ എന്ന് ഓർക്കുമ്പോ ഒരാശ്വാസം. കാരണം അത് നമുക്ക് കിട്ടുമ്പോഴേ നമുക്കത് അറിയത്തുള്ളൂ, മനസ്സിലായി. എനിക്കൊരു ഗ്ലാസ് ചൂടുള്ളൂ, നല്ലോണം തണുപ്പിക്കാതായിക്കോട്ടെ. അതെന്നാ പോക്കെ പോണത്? കാപ്പി കുടി. നല്ല കാപ്പി. അതിന് കുടിച്ചില്ലല്ലോ. അതുകൊണ്ടാ ഇതിലും കടുപ്പത്തിലൊന്ന് ഞാൻ നിന്റെ പെമ്പർ നോത്തി വെച്ചിട്ടുണ്ട്. പറഞ്ഞേരെ.